നിങ്ങളുടെ ബ്രെയിൻ എത്രത്തോളം ഷാർപ്പാണോ അത്രത്തോളം ഷാർപ്പാവും നിങ്ങളുടെ ട്രേഡിംഗ്. ഹൗ ടു ബിൽഡ് യുവർ ട്രേഡിംഗ് നോളജ്. അതെ ഗൈസ്, ട്രേഡിങ്ങിലെ സൈക്കോളജി കൂടി അറിഞ്ഞാലേ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. ട്രേഡിംഗ് നോളജിൻ്റെ പുതിയൊരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നിങ്ങളും ഞാനും ട്രേഡിങ്ങിലൂടെ കടന്നുപോയ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. എക്സാമ്പിൾസ് പറഞ്ഞാൽ, ട്രെൻഡിങ് മാർക്കറ്റിൽ വരുന്ന സ്റ്റോപ്പ് ലോസുകൾ. മാർക്കറ്റ് നല്ല മൂവ് ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മൾ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും, നല്ലൊരു ട്രെൻഡിങ് ആണ്, നമുക്കൊന്ന് എൻട്രി എടുക്കാം. എൻട്രി എടുത്ത ശേഷം നമ്മൾ വിചാരിക്കുന്നത് അത്ര ഓടിയ മാർക്കറ്റ് പിന്നെ നമ്മൾ എൻട്രി എടുത്ത ശേഷം ഓടില്ലേ. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത ശേഷമായിരിക്കും പിന്നെ ഓടുക. അതാണ് ട്രെൻഡിങ് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കുകയാണ് മാർക്കറ്റ് നല്ലതാണല്ലോ, നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാമല്ലോ, അപ്പോൾ നമ്മളൊരു എൻട്രി എടുക്കും. ഈ എൻട്രി എടുക്കുന്ന നേരത്തെ എന്താ സംഭവിക്കുന്നത്, ആ എൻട്രിയിൽ മാർക്കറ്റ് റിവേഴ്സ് അടിക്കും. ഏതാണ്ട് മാർക്കറ്റ് മുകളിൽ എത്തിയിട്ടുണ്ടാവും, പോകേണ്ട ഏരിയയിലേക്ക് അത്യാവശ്യം എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ എൻട്രി. ആ ടൈമിൽ മാർക്കറ്റ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി അടിയിലേക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഇത്രയും സ്റ്റോപ്പ് ലോസിൻ്റെ അടിയിൽ പോയിട്ട് ആയിരിക്കും അത് മുകളിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ട്രാപ്പാവും. അത് പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. അത് ട്രെൻഡിങ് മാർക്കറ്റിലത്തെ കാര്യം പറയണത് കേട്ടോ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ട്രാറ്റജി. എല്ലാവർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജികളെല്ലാം പെടും കേട്ടോ. എല്ലാ ഇൻഡിക്കേറ്റേഴ്സും പെടും, എല്ലാ പ്രൈസ് ആക്ഷനും പെടും, ട്രെൻഡ് ലൈനും പെടും, സപ്പോർട്ട് റെസിസ്റ്റൻസും പെടും, എല്ലാ സ്ട്രാറ്റജികളും. ഏത് സ്ട്രാറ്റജി എടുത്താലും നമ്മൾ ട്രേഡ് എന്നൊരു സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു എൻട്രി എടുക്കാൻ പോകണം, നമ്മൾ എൻട്രി എടുത്ത ശേഷം ഈ സ്ട്രാറ്റജി ഫുള്ളായിട്ട് പാടുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഈ സ്ട്രാറ്റജി സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ, അത് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ബിൽഡ് ചെയ്ത സ്ട്രാറ്റജി എപ്പോഴും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസിലേക്ക് ഉണ്ടാവും, ചിലപ്പോൾ കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസിലേക്ക് ഉണ്ടാവും, ചിലപ്പോൾ ദിവസങ്ങളോ സ്റ്റോപ്പ് ലോസിലേക്ക് ഉണ്ടാവും. ഏതെങ്കിലും ചിലപ്പോൾ ഒരു 2-3 ദിവസം നിങ്ങൾ പ്രോഫിറ്റിക്ക് പോയാലും പിന്നെ അത് സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്ന ഒരു സ്ട്രാറ്റജി. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ട്രേഡിംഗ് സൈക്കോളജീനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ അത്ര അടിപൊളി സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം അത് ചാർട്ടിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി അവിടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് ബിൽഡ് ആയിക്കണത്, എല്ലായിടത്തും ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടോ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഈ സെഗ്മെൻറ്റിലൊക്കെ ഈ സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടോ. നമ്മൾ മെയിനായിട്ട് ഇന്ത്യൻ മാർക്കറ്റാണ് ഫോളോ ചെയ്യണത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ സ്ട്രാറ്റജി യൂസ് ആണോ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും നിങ്ങളുടെ ടാർഗറ്റുകളൊക്കെയും ഡെയിലി കിട്ടുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. എല്ലാം സെറ്റ് ആയാലാണ് നമ്മുടെ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി പൊട്ടുമ്പോൾ നിങ്ങൾക്ക് ആ സൈക്കോളജി നഷ്ടപ്പെടും. ട്രേഡിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. നിങ്ങളിപ്പോൾ ഒരു 2-3 ട്രേഡ് വിൻ ചെയ്തു, അതായത് 2-3 ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാഴ്ച കൂട്ടിക്കുക. നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് വിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾ സ്റ്റോപ്പ് ലോസുകളില്ലേ നിങ്ങൾ വിൻ ചെയ്തു, പ്രോഫിറ്റ് എടുത്ത് പോന്നു. ഈ പോകുന്ന സമയത്ത് പിന്നത്തെ ട്രേഡിങ് വരുന്ന ദിവസം, അതായത് റേഞ്ചിങ് മാർക്കറ്റ് വരുന്ന ടൈം, ഇപ്പോൾ ഇന്നലെ ട്രെൻഡിങ് മാർക്കറ്റ് ആയിരുന്നു, ആ ട്രെൻഡിങ് മാർക്കറ്റ് കഴിഞ്ഞ് ഇനിയും മാർക്കറ്റ് വേണമെങ്കിൽ റേഞ്ചിങ് മാർക്കറ്റിലേക്ക് പോകാം. ഈ ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി, അതായത് നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി, അവിടെ ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടം വരും, നിങ്ങൾ ആ കുഴപ്പമില്ലാന്ന് വയ്ക്കും. രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് നഷ്ടം വരും, അപ്പോഴും കുഴപ്പമില്ലാന്ന് വയ്ക്കും. മൂന്നാമത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ ഒരു സംശയം വരും, നിങ്ങളുടെ മൈൻഡിലാണ് നമുക്കൊരു സംശയം വരും. 4-ാമത്തെ ദിവസം ലോസ് വരും, അപ്പോഴും സംശയം വരും. 5-ാമത്തെ ദിവസം നിങ്ങൾ ലോസിലേക്ക് പോകും. ആ സമയത്ത് നിങ്ങളുടെ സൈക്കോളജി, അപ്പോഴും നിങ്ങളുടെ ട്രേഡിങ്, നിങ്ങൾ പഠിച്ച സ്ട്രാറ്റജി, സൈക്കോളജി എല്ലാതും വിഷയമാവും. കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് വെവ്വേറെ സ്ട്രാറ്റജികൾക്ക് വേണ്ട വരും. ഇപ്പോൾ കറണ്ട് സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കാവാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് അവിടെ വർക്കാവണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലുള്ളൂ, ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാലുള്ളൂ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതെ ഗൈസ്, ഞാൻ ഇതിന് ഇത്ര എക്സാമ്പിൾസ് പറഞ്ഞു വെച്ചാൽ ട്രേഡിങ്ങിൽ എല്ലാവരും ഇതേ സിറ്റുവേഷൻസ് കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ഞാനും അതുപോലെ കടന്നു പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിക്കുക, കൃത്യമായി മാർക്കറ്റ് ഫോളോ ചെയ്യുക, കൃത്യമായി മാർക്കറ്റിലെ എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് പഠിക്കുക. ഇതെല്ലാം ശരിയായതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഓൺ സൈക്കോളജി തന്നെ ബിൽഡ് ചെയ്തത്. ടെലിഗ്രാമിൽ ഞാൻ കൊടുക്കുന്ന ഓരോ ട്രേഡ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ആക്യുറേറ്റ് ആണ് ഞാൻ കൊടുക്കുന്ന ട്രേഡിങ്. ഇതുപോലെ ഓരോ ട്രേഡും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് 100% എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, ഫ്രീ ഗ്രൂപ്പാണ്. അപ്പോൾ അത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മാക്സിമം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വരുന്നതായിരിക്കും.
അപ്പോൾ ബൈ.